വയ്യാത്തടത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട. മൂത്രം ഒഴിക്കണം തോന്നിയ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ആവാ. രാത്രി നേരമല്ലേ? പഴയ പെട്ടിപ്പാട്ടില്ലേ, അതിപ്പോ വാങ്ങാൻ കിട്ടുമോ നാട്ടില്? ബാലിന് മനസ്സിലായോ സാധനം? പെട്ടിപ്പാട്ട്. അതെന്തിനാ ഇപ്പൊ അച്ഛന്? പണ്ട് മനക്കലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് ചെറിയൊരു കമ്പം ഉണ്ടായിരുന്നു ഇവളുടെ അമ്മയ്ക്ക്. ഇപ്പൊ വേറെ സാധനം ഉണ്ടച്ചാ. റേഡിയോ കേൾക്കുകയും ചെയ്യാം, കാസറ്റ് ഇട്ട് പാട്ട് പാടിക്കുകയും ചെയ്യാം. കാസറ്റ് എന്നാ പറയാ, അതിലും പാട്ട് തന്നെ. ഓണക്കാലത്ത് മനക്കല് പാട്ടും കളിയുണ്ടാവും. കുഞ്ഞാത്തൽ ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു. സന്ധ്യക്ക് ഇവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോ ഞാനിങ്ങനെ പരിങ്ങി 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 അടുത്തു കൂടും. നല്ല നേരം അച്ചാൽ 36 പാടി തന്നു വരും. കേട്ടിരിക്കുമ്പോ കാടാണ്, മലയാണ്, നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും. വയ്യ, കിടക്കട്ടെ. ഇനി ഒറ്റയ്ക്ക് കിടന്ന് കുറെ കരയും. എപ്പോഴും അച്ഛനാ വിചാര. ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും. മരിച്ചുപോയവരെ പറ്റി അധികം ആലോചിക്കാതിരിക്കുക ഒരു തരത്തിൽ നല്ലത്. ഇഷ്ടമുള്ളൊരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും. അത് അവർക്കും കഷ്ടമല്ലേ? കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കുക അപ്പൊ നല്ലത്. ആ രാജി തത്വം പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെ അതെടുത്തിടണത്. ഏതായിരുന്നു ആ കുട്ടി? വേണ്ട, ഒന്നും പറയണ്ട. കൂപ്പിൽ ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടനുണ്ടായിരുന്നു. കണാരേട്ടന്റെ മോളെ രാജി. 3 കൊല്ലം ഞാനവിടെ പണിയെടുത്തു. വലിയ ഇഷ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു. മരിച്ചിട്ടില്ല അച്ചാലല്ലേ? കല്യാണം കഴിച്ചു ഞങ്ങള്. എന്നിട്ടാ മരിച്ചത്? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ, അന്ന് രാത്രി. എന്റെ ഈശ്വര, എങ്ങനെ എങ്ങനെ മരിച്ചു? ബാലൻ ഉറങ്ങിയില്ല അല്ലേ? ഇല്ല. രാത്രി ഇക്കാലത്ത് ഒരു ഈറൻ കാറ്റുണ്ട്. ഡേ, ഇതുകൂടെ പൊതിച്ചോളൂ, നല്ല ചൂടുണ്ട്. രാഘവൻ അവരാച്ചന്റെ അവിടെ കിടന്നുണ്ടാവുന്ന തോന്നണേ. ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവനെ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ടാ പേടി, ആളുകളെ പേടി. അറിഞ്ഞ തത്വജ്ഞാനം ഒക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒക്കെ ഒരു നിമിത്തമെന്ന് പറയാം. പിന്നെ ബാലൻ സുഖമായി പോണേന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം. നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന്? വേറെ വല്ല ആലോചനയും നടത്തിയിട്ട് പോരെ? ഉദ്യോഗവും കോപ്പും ഉള്ളവരാരും ഇവിടെ പെണ്ണ് തെരഞ്ഞു വരും എന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല. അമ്മ കീഴ്ക്കാവ് വാര്യത്തെന്ന് പറയാം, പേരുള്ള വീട്, ആൾക്കാര്. പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്കന്റെ മകൻ നാണൂന്നല്ലേ പറയാൻ വയ്ക്കൂ. ഇങ്ങനെ ഒരാൾ വന്ന് വെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ? വേണ്ടേ? ഹോ ഗുരുവായൂരപ്പാ, ഓരോന്ന് ആലോചിച്ച് ഉറക്കേ വരണില്ല. പോണേന് മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം. വേണ്ടേ ബാല? അച്ഛാ വേണ്ട. ഏയ്, ഞാൻ കഴിക്കാനല്ല, മൂടി ശരിയല്ലേന്ന് നോക്കിയതാ. ഗ്യാസ് പോയാ പിന്നെ ഇതൊന്നിനും കൊള്ളില്ല. നീ ഉറങ്ങിയില്ലേ? പാലിന് ഞാനൊരു കമ്പിളി കുറയ്ക്കാൻ കൊടുത്തു. പിന്നെ കുറെ സ്വകാര്യം പറയലും അതും കേട്ടു അവിടെ ഇവിടെ ആയിട്ട് കുറച്ച്. എന്താ
പറഞ്ഞ തെറ്റുണ്ടോ? ഉണ്ട്. എന്തേ പറഞ്ഞേ? തെറ്റുണ്ടെന്ന് തന്നെ. ഒരാള് വന്നുവിടാൻ കാത്തിരിക്കായിരുന്നു. എന്നെ തലയിൽ വെച്ച് കെട്ടാൻ തോന്നും. ആർക്കായാലും അച്ഛന്റെ വർത്താനം കേട്ടാ. ഞാൻ രാഘവനെ പറ്റി ബാലനോട് ഓരോന്ന് ചോദിക്കുകയായിരുന്നു. കേൾക്കണവർക്ക് തോന്നണത് എന്താന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ രാഘവൻ എന്താ തെറ്റ്? ഒറ്റത്തടി. ഒറ്റത്തടിക്കാര് മാത്രമാ ഈ താഴ്വാരത്തിൽ വന്നു പെടുന്നത്. അതച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? പുറത്തതാ വേറൊരാൾ, അതും ഒറ്റത്തടി. പണ്ടത്തെ ഒറ്റാന്തടി അച്ഛൻ. ഞാനത് വലിയ കേമായിട്ടല്ല കാണണേ. വേറൊരു വീട്, ആൾക്കാര്, സ്വന്തക്കാര്, അതത്ര മോശമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും ആളുകളായിട്ട് കൂടി കഴിയണമെന്നുണ്ടാവില്ലേ? അല്ല, അവന്റെ ചുറ്റുപാട് അങ്ങനെ ആയി പോയി എന്നല്ലാതെ. അച്ഛനെ മിണ്ടാതൊരു ഭാഗത്തിരുന്നോളൂ തൽക്കാലം. ഇപ്പൊ തന്നെ കൈവശം ചാർത്തി കിട്ടിയ മാതിരിയുണ്ട് ഇടയ്ക്ക് അയാളുടെ ഓരോ നോട്ടവും വർത്താനവും. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുമ്പോ അങ്ങനെ ഓരോ കളിതമാശയൊക്കെ പറയും. അതത്ര കാര്യാക്കാനുണ്ടോ? നീയും കളി പറയാറില്ലേ? നാളത്തെ അയലൊക്കെ അല്ലിച്ചിട്ട് ലോഹ്യം കാട്ടണു. അതാരായാലും ചെയ്യണ്ടേ? വിശന്നിരിക്കണവർക്ക് ചോറ് കൊടുക്കണമെന്ന് പണ്ട് അമ്മ പഠിപ്പിച്ചതും ചെയ്യുന്നു. വേറെന്താ? എന്താ അവനൊരു തെറ്റ്? ഒരു തെറ്റും ഉണ്ടാവില്ല. പക്ഷെ അച്ഛൻ വെറുതെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ എടുത്തിടണ്ട, അത്ര തന്നെ. രാമനാരായണ രാമനാരായണ രാമ. 50 ഉറുപ്പിയുണ്ട്. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ? വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്. പിന്നെ ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കണു. ഞാനിവിടെ പണിയെടുത്ത് നിന്നോളാം. ഇവിടെയാ? ഇനി ഒളിപ്പിച്ചതിനാവും എനിക്ക് പോലീസുകാരെ ചവിട്ട് കുത്തും. നീ പോ. ഒരാളും ഇവിടെ തെരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല. ചെലവ് നടക്കണ്ടേ? വേറെ വല്ല ദിക്കിലും പോ. പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ, ഒരുത്തനും ഇവിടെ തെരഞ്ഞു വരില്ല ബാല. നീ വിശ്വസിക്കേ? ഒരു കിളുന്തു പെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ പീഡിയയില്. കഴുത്തില് കയറ് വീഴുന്ന എപ്പോഴാന്ന് അറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല അല്ലടാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണ് ഇതല്ലേ? ബാല, വീടിയുണ്ടോ? ഇല്ല. നീ അടവിന് ലോറി എടുക്കാൻ പോണോ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു. ലോറിപ്പണിക്കും ഒരാള് കൂടെ വേണ്ടേ? അതിന് നീയോ? എടാ, നീ നേരെ പോയി നിന്റെ പ്രാണം പോവ് വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും. അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലേ ഉണ്ടായത്? ഒരു കയ്യബദ്ധം. അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി. പണിയെടുത്ത് ആവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരാ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ദേ, ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തൻ വീണ വേറൊരുത്തൻ താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വിട്ടാൽ? ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കണ്. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേ ഇല്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ര ബാല. നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല. കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ? പരിചയക്കാരെന്ന് പറ. അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട. പണ്ടാറടക്കാനായിട്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞത് പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന്ന് വേണ്ട. ബാല, രക്ഷിക്ക്. നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കള്ളിയുള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല. മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും, ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ. ആ, വാ.
എന്താ എന്താ ബാല? എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്? മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോ ഒന്ന് തട്ടിത്തടഞ്ഞു. വീണോ? വല്ലതും പറ്റിയോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിട്ടേ ഉള്ളൂ. ഓ, വല്ലാത്തൊരു രാത്രി തന്നെ. നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാലാ അല്ലേ? അതെ. ഒരിക്കലൊന്ന് മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട്. കൊച്ചുകുട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ പണിക്കാരുണ്ടായാ മതി. അവക്ക് പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് പോവാനൊരു മടി. ബാലം പോയിട്ടുണ്ടോ? ഒരിക്കൽ. ഇപ്പൊ പമ്പഴ അടുത്ത് വരെ ബസ് ചെല്ലുന്നല്ലേ കേക്കണേ? തലയിലെ മുറിവ് തുറന്നു തോന്നണല്ലോ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. മൂത്തോരൻ കാവിലെ പൂസയുണ്ട്. പൂശ ഉണ്ടാവട്ടോ, അത് അന്നല്ലേ. അതിനിപ്പോഴേ എല്ലാരും കൂടി പണിയും കളഞ്ഞ് കുടി കയറിയിരിക്കുക. രാഘവ, 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 ഇതെന്തുറക്കാടോ? താൻ ഇന്നലെ ഏത് പാതിരിക്കാ വന്നത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഞാൻ അവരാച്ചന്റെ അടുത്ത് പെട്ടു അല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി. തലയ്ക്ക് നല്ല വെളിവായിട്ടില്ല. എന്നിട്ട് കുളിക്കണോ? എന്നിട്ട് പണിസ്ഥലത്തേക്ക് വാ. നമുക്ക് അധികാരിയെ കാണണ്ടേ? രാമ, ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വെടുപ്പായി. പിന്നെ പണം പാസ്സാക്കേണ്ടത്. അധികാരിയെ ഞാനും കണ്ടിട്ട് ഇഷ്യൂസായി. അവിടെ സിംഗപ്പൂർ പ്ലാവ് കാച്ചി കിടക്കണ കാരണം കണ്ട കൊതിയാവും. എങ്ങനെയുണ്ട് പോലെ? കുഴപ്പമില്ല. എന്താ നാളോട്ടെ ഭയങ്കര തലവേദന. ഞാൻ ഇത്രയും കിടക്കട്ടെ. എടോ, ആരാൻ തരുന്നതെന്ന് കരുതി കിട്ടണതൊക്കെ എടുത്ത് കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അധികാരിയുടെ അടുത്ത് കൊണ്ടോ? പിന്നെ ആട്ടെ. അവറാച്ചന്റെ അടുത്ത് വരെ അപ്പൊ റോഡ് വരും. ജീപ്പ് വാങ്ങിയാ മതി. ഞാൻ പറയണത് കാളവണ്ടി വാങ്ങാന്നാ. വഴി ഇത്തിരി ചെത്തി നന്നാക്കിയാ മോളിൽ കൂടി മുറ്റം വരെ എത്തിക്കാം. രാഘവ, 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 തോട്ട പൊട്ടണ ശബ്ദമല്ലേ കേട്ടത്? വല്ലതും കുടുങ്ങിണ്ടാവും. വാ, രാവിലെ നോക്കാം. താൻ എന്ത് മണ്ടത്തരാണ് പറഞ്ഞത്? രാവിലേക്ക് കുറുക്കന്മാര് വല്ലതും ബാക്കി വെച്ചേക്കുവോ? പാടു.
കിടന്നില്ലേ? ഇല്ല. പാവം. തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരം ഓടിയിട്ടാണത്രേ വീഴ. പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. നാട്ടിൽ വരെ സ്വന്തക്കാരാരുമില്ലേ? അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്തൊരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി. ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ? പെട്ട വിലക്കെല്ലാം വിറ്റുപിറക്കി കണാരത്നം ദേവിയേട്ടത്തെയും പോയി. എവിടേക്ക്? അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഇനി അച്ഛൻ ഏത് നേരത്തെ വരികയെന്നറിയില്ല. കിടന്നോളൂ. ആ, നാമം ജപിച്ച് കിടന്നാ മതി. വേറെ ഓരോ വിചാരമായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല. ഇന്നുറങ്ങും, സമാധാനമായിട്ട് ഉറങ്ങും. തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവ് ഉണങ്ങണ വരെ. ആ, ഓ, പതുക്കെ. സാരമില്ല. കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കാറുന്നില്ലേ? എടോ, ആ നികുതി ഷീട്ട് മേടിക്കണ്ടേ? ഞാൻ കടം വാങ്ങണില്ല, കൃഷി നടത്താനും പോണില്ല. താൻ എന്താ ഈ പറയണത്? ലാഭം വേണ്ട, സ്ഥലത്തിന് കൊടുത്ത കാശ് കൈ തന്നാ മതി ആരെങ്കിലും. ഞാൻ എന്റെ പാട് നോക്കി പോവാ. ഇതെന്താടോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ ഒരു ശല്യമാ, എനിക്കറിയാം. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത്. ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വെട്ടത് നാണുവേട്ടിന് തോന്നുന്നുണ്ടാവില്ല. ഓ, അത് ശരി. കൊച്ചുട്ടി ചിലപ്പോ മുൻചുണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവയ്ക്കണ്ട. ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും. ബാലനോ? ആ, പോയിപ്പോ മധ്യസ്ഥം പറയാനും ബാലൻ വേണമെന്നായോ? അതല്ല ബാലൻ. കള്ള തിരുമാലി. അയ്യോ പാവം തോന്നിക്കാൻ അവൻ ഇല്ലാത്ത സൂക്കട് അടിച്ച് കിടക്കല്ലേ. അവൻ ഏതാ സാധനം നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ, അവക്കറിയോ? ബാലനോ? എന്താ ഈ പറയണത്? തരം കിട്ടി അറ മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്. പറയാതിരുന്നാ പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും. ഈശ്വര, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ? ഇല്ല, ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ലാന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കേണ്ടത്, അതിലും വലിയ സംഗതിമല്ല നോട്ടം. കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊഴലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ 4 വർത്താനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങൾക്ക് തലേ കൈവച്ചില്ലേ, അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും. നുണയാണോ? കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു മയക്കി മോളെ ചാടിച്ചോണ്ട് പോകാനോ മടിക്കില്ല. അവനതിലപ്പുറം ചെയ്യും. എന്റെ മോളോ? അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല. ആ പേടിയൊന്നും എനിക്കില്ല. ഓ, പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവന്മാരും അല്ലേ? വഴിയുണ്ട്, ഇറങ്ങിക്കോ. വടിയും കുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ. നല്ലത് വിചാരിച്ച് ഓരോന്ന് ചെയ്യുമ്പോ. വേണ്ട, ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി. നടക്കാറായെന്ന് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടേ വിട്ടോളാം. വല്ലതും 10 50 കൊടുത്ത് തുലയ്ക്കാം, അതിനല്ലേ വന്നത്. ബസ് കൂലി അതിൽ കൂടുതൽ കാശ് കൊടുക്കരുത്. നയിച്ചുണ്ടാക്കട്ടെ. ആളുകളെ ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ. കാഴ്ചക്ക് എന്തൊരു സാധു. അറിഞ്ഞ ഭാവം കാട്ടണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
ഒടയമ്പൂശാരി ഇല്ലേ ഈ കുറി? സൂക്കടാ. ഇവരുടെ എന്തോ ഉത്സവമുണ്ട് കാവില്. ഇന്ന് പണിക്കാരും വരില്ല. നാണുകെട്ടിന് എവിടേക്കാ പോയത്? അധികാരിയുടെ എവിടേക്കാവും. രാത്രി മുഴുവൻ തെരഞ്ഞ് പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്നതിന്റെ ഈറ വിട്ടിട്ടില്ല അച്ഛന്. ശിവരാത്രിക്ക് കീഴ്ക്കാവില് വലിയ ഉത്സവം നാട്ടില്. കീഴ്ക്കാവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ആ, അതിന്റെ അടുത്ത് ഒരു 3 മാസം പണിയെടുത്തിട്ടുണ്ട് ഇല്ലത്ത്. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെയൊന്ന് ഇറങ്ങാൻ അച്ഛൻ കഷ്ടിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൊഴിൽ മാത്രമേ ഉള്ളോ? അല്ല, അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട്. ശർക്കര ഉണ്ടാ. പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലും. നാട്ടിലാരാ ഉള്ളത്? വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോയില്ല. അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാന്ന് ആരെയുണ്ടോ? അമ്മമ്മ ഉണ്ടോ നിശ്ചയമില്ല. അമ്മയെ വലിയ ഇഷ്ടായിരുന്നു അത്ര അമ്മമ്മയ്ക്ക്. പഴയ ദേഷ്യം വെച്ച് അവിടെയുള്ളവർ ആട്ടിപ്പായിച്ചാലോ? അവിടെ പോയില്ല. പിന്നെന്തിനാ നാട്ടിൽ? വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ. വീടും പുറത്തുനിന്നൊന്ന് നോക്കാം. വെറുതെ. കീഴ്ക്കാവിലെ ഭഗവതിയെ തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ.